Good morning. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ ഓർ മെറ്റീരിയൽ കൺട്രോൾ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മെറ്റീരിയൽ കൺട്രോൾ ഓർ ഇൻവെൻറ്ററി കൺട്രോൾ മീൻസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദി മെറ്റീരിയൽ ഇൻ ദി കൺസേൺ. ദാറ്റ് ഇൻവോൾവ്സ് ദി it is a method of ensuring the right quantity of material, or it is material control is defined as providing of right quantity of materials of right quality and providing at the right time and place. Then the main object of this material control is to ensure the even flow of material to the concern and avoid the overstocking of material. Therefore, there are number of methods are used for the inventory control. These techniques of inventory control consist of first one is the classification and codification of material, then double bin system, stores stock levels, economic order quantity, material turnover ratio, perpetual inventory system, impressed system, and two selective inventory control methods. First one is ABC analysis, always better control എന്ന് പറയും ABC analysis. Second one is VED analysis, and finally just in time inventory technique, JIT technique എന്ന് പറയും, just in time ടെക്നിക്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് രണ്ട് മെത്തേഡ്സാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഇതിലെ മൂന്നാമത്തെ മെത്തേഡായ സ്റ്റോഴ്സ് സ്റ്റോക്ക് ലെവൽസ്, അതേപോലെ തന്നെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതിൻ്റെ രണ്ട് നമുക്ക് പ്രോബ്ലം വൈസ് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. അതുകൂടാതെ മറ്റു കാര്യങ്ങളൊക്കെ തിയറി ബേസായിട്ട് എന്താണ് ഓരോ മെത്തേഡ് എന്നുള്ളത് നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ ഒരു ഫസ്റ്റ് കേസായ സ്റ്റോഴ്സ് സ്റ്റോക്ക് ലെവൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോഴ്സ് സ്റ്റോക്ക് ലെവൽസ്. ഹിയർ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് ടു മെയിൻറ്റെയിൻ ഓപ്റ്റിമം ഇൻവെൻറ്ററി. ഫോർ ദിസ് പർപ്പസ് മാനേജ്മെൻറ്റ് വിൽ ഫിക്സ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ്. This helps the firm to avoid the overstocking and understocking of material. Okay, as a part of the inventory control, in order to maintain the optimum level of inventory at any time in the concern, the management will have to fix the different stock levels. Okay, in order to avoid the overstocking as well as the understocking of the material. നമുക്കതിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി മാക്സിമം ലെവൽ, ദെൻ മിനിമം ലെവൽ, ദെൻ റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ദീസ് ആർ ദി 5 ലെവൽസ് ഓഫ് മെറ്റീരിയൽ. മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. പിന്നെ അതിൽ ഓരോ കേസും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് കേസ് പറയുന്നത് മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ ഈസ് ദി അപ്പർ ലെവൽ ഓഫ് ഇൻവെൻറ്ററി. ഇറ്റ് ഈസ് ദ ലെവൽ എബോവ് വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നോട്ട് എക്സീഡ്. ദി മെയിൻ പർപ്പസ് ഓഫ് ദിസ് ലെവൽ ഈസ് ടു അവോയ്ഡ് ദി ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ മാക്സിമം ലെവൽ മീൻസ് ദി upper level of inventory. The maximum possible unit that can be stored at a time is known as the maximum level. That means the level above which stock should not exceed. അല്ലെ, മാക്സിമം ലെവലാണ്. ആ ലെവലിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പാടില്ല, അത് ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ദി മാക്സിമം ലെവൽ. അതായത് ഓരോ ടൈപ്പ് മെറ്റീരിയലിനും ഇവിടെ കമ്പനി ഓരോ ടൈപ്പ് മെറ്റീരിയലിനും എന്ത് ചെയ്യണം, ഈ ലെവൽസ് ഫിക്സ് ചെയ്യും. അല്ലെ, ഓരോ ബിന്നാണ്. അതായത് നമ്മൾ പിന്നീട് നമ്മൾ പറയും നമ്മളിതാണ് ബിൻ മീൻസ് ദ പ്ലേസ് വെയർ ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ ദി സ്റ്റോഴ്സ്. അല്ലെ, സ്റ്റോഴ്സിൽ ഡിഫറെൻറ്റ് പ്ലേസസിലാണ് എന്ത് ചെയ്യുക മെറ്റീരിയൽ
റാക്ക് അല്ലെ ഡിഫറെൻറ്റ് പ്ലേസിലാണ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ പ്ലേസിനാണ് എന്ത് പറയുക, ബിൻ എന്ന് പറയുക. ഓരോ ബിന്നിനും ഓരോ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് മെറ്റീരിയലും എന്ത് ചെയ്യണം, ഈ ഡിഫറെൻറ്റ് ലെവൽസ് കൺസേൺ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും അല്ലേ. അതാ മിനിമം ലെവൽ the levels of material that should be kept at all times, minimum level, then reorder level, then maximum level. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ പറയാം, this one is the maximum level, the above which the material should not exceed. ഇതിൽ കൂടാൻ പാടില്ല, മാക്സിമം ഈ ലെവൽ വരെ മെറ്റീരിയൽ ആവാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്ന ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് മെറ്റീരിയൽ ഇങ്ങനെ കുറഞ്ഞു വരും. 11 reaches at this point, this is reorder level. When materials reaches this level, the concerned took initiative for the further purchase of the material. Okay, reorder level. Okay, then our reorder level, കൺസേൺ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസേണിലേക്ക് എത്താൻ വേണ്ടി ചില ദിവസങ്ങൾ എടുക്കും അല്ലേ. ആ ദിവസം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ മെറ്റീരിയൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കൺസേണിൻ്റെ ഈ ബിന്നിലെ മെറ്റീരിയൽ എന്ത് ചെയ്യും, മിനിമം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകും. മിനിമം ലെവൽ, ഈ ലെവലിൽ കുറയാൻ പാടില്ല, മെറ്റീരിയൽ കുറയാൻ പാടില്ല, മിനിമം ലെവൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഡിഫറെൻറ്റ് ലെവൽസ് എന്ത് ചെയ്യും, മെറ്റീരിയൽ മാക്സിമം ലെവൽ, ആദ്യം അപ്പർ ലെവലാണ് എന്ത് പറയുക, മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദ എബോവ് വിച്ച് ദ മെറ്റീരിയൽ ഷുഡ് നോട്ട് എക്സീഡ്. മിനിമം ലെവൽ മീൻസ് ദ മിനിമം പോസിബിൾ, ദാറ്റ് മീൻസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് അറ്റ് all times. Then reorder level means the order at which the new order is to be placed to refill the bin. Okay, to replenish the bin. Okay, അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് നമ്മളിവിടെ പറഞ്ഞതാണ് മാക്സിമം ലെവൽ. ദെൻ the equation for calculating the maximum level is, we have to by heart this equation for calculating maximum level is equal to reorder level plus reorder quantity minus, ഇവിടെ മൈനസ് ആണ്, ഇനി ബ്രാക്കറ്റ് കൊടുക്കണം, ബ്രാക്കറ്റ് കൊടുക്കുക, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഓക്കെ, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഓക്കെ, ഇക്വേഷൻ ഒന്നുകൂടി പറയാം. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. അപ്പോൾ മിനിമം കൺസംഷനെ മിനിമം റീഓർഡർ പീരിയഡ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഈ റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും ആഡ് ചെയ്യുക. ഈ എമൗണ്ടിൽ നിന്നും എന്ത് ചെയ്യുക, ഈ എമൗണ്ട് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, ഈ ഓരോ ഐറ്റംസ് നമ്മൾ പിന്നെ പ്രോബ്ലം വൈസിൽ പിന്നീട് പറയും. അപ്പോൾ റീഓർഡർ ലെവൽ നമുക്ക് ഓൾറെഡി അറിയാം, അല്ല നമ്മൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം റീഓർഡർ ലെവൽ. അതുപോലെ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത്, റീഓർഡർ ക്വാണ്ടിറ്റി ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണത്. റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതുപോലെ മിനിമം കൺസംഷനും മിനിമം റീഓർഡർ പീരീഡും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. സെക്കൻഡ് കേസ് പറയുന്നത് മിനിമം ലെവൽ. നമ്മൾ പറഞ്ഞു മിനിമം സ്റ്റോക്ക് ലെവൽ ഇസ് ദി മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് ഫോർ അറ്റ് all times. Minimum quantity should be held at all times. It is the level below which stock should not normally be allowed to fall. അല്ലേ, അതിൽ കുറയാൻ പാടില്ല. നമ്മൾ ബിൻ വരച്ച് കാണിച്ചല്ലോ അല്ലേ. ദ ബിലോ വിച്ച് ദ മെറ്റീരിയൽ ഷുഡ് നോട്ട് allowed to be fall. The main purpose of this level is to ensure that the production is not stopped due to the non-availability of മെറ്റീരിയൽ. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആകാൻ പാടില്ല. എല്ലാ സമയത്തും എന്ത് ചെയ്യണം, മെറ്റീരിയലിൻ്റെ സപ്ലൈ എൻഷുർ ചെയ്യണം. ദെർഫോർ എ മിനിമം ലെവൽ ഷുഡ് ബി കെപ്റ്റ് അറ്റ് ഓൾ ടൈംസ്. ഓക്കെ, ആൻഡ് മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഓൾസോ കോൾഡ്, മിനിമം സ്റ്റോക്ക് ലെവലിനെ സേഫ്റ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഓൾസോ നോൺ ആസ് ദി സേഫ്റ്റി സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക്. ആൻഡ് ദ ഇക്വേഷൻ നോക്കാം നമുക്ക്. രണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. ഓക്കെ, മിനിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. അപ്പോൾ ഇത് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് എന്നുള്ള ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ റീഓർഡർ ലെവലിൽ നിന്നും എന്ത് ചെയ്യുക, ഈ എമൗണ്ട് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ, നോർമൽ കൺസംഷനെ
നോർമൽ റീഓർഡർ പീരീഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, ഈ റീഓർഡർ ലെവലിൽ നിന്ന് ലെസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് മിനിമം ലെവൽ. ഇനി ഹിയർ ദ നോർമൽ കൺസംഷൻ ഈസ് ആവറേജ് കൺസംഷൻ. നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ആവറേജ് കൺസംഷൻ. അത് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് നോർമൽ റീഓർഡർ പീരീഡ്, ഓക്കെ, ഒരു ഇക്വേഷനേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണത്. നോർമൽ റീഓർഡർ പീരീഡ് മീൻസ് മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് ആവറേജ് റീഓർഡർ പീരീഡ് ആണ്. അല്ലേ, 7 to 10 ഡേയ്സ് എന്ന് ചിലപ്പോൾ പറയാം, അല്ലെ 7 to 12 ഡേയ്സ് എന്നൊക്കെ പറയുന്നതാണ്, അല്ലെ 5 to 10 ഡേയ്സ് അതാണ് ടൈം എടുക്കും. അതായത് റീഓർഡർ പീരീഡ്, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ സ്റ്റോക്കിലേക്ക് എത്താൻ വേണ്ടി വരുന്ന സമയത്തിനാണ് എന്താ പറയുക, റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മിനിമം ഇത്ര ദിവസം മാക്സിമം ഇത്ര ദിവസം എന്നൊക്കെ പറയും. അതിൽ പിന്നെ ഇപ്പോൾ 5 to 10 ഡേയ്സ് ആണെങ്കിൽ മിനിമം 5 ഡേയ്സും മാക്സിമം 10 ഡേയ്സ് പീരീഡ് എടുക്കും എന്നാണ്. 10 ഡേയ്സ് പീരീഡ് എടുക്കും സ്റ്റോക്ക് സ്റ്റോറിലേക്ക് കൺസേണിലേക്ക് എത്താൻ. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് സ്റ്റോക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവറേജ് ആണെന്ന് പറയാം മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ ലെവൽസ് ഏതാണ്, റീഓർഡർ ലെവലാണ്. ഓക്കെ, റീഓർഡർ ലെവൽ. ദെൻ ദിസ് ഈസ് ദി ലെവൽ അറ്റ് വിച്ച് ദ ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, whenever the material reaches at this level, the concern should place an order for the fresh supply of the material. Okay, reorder level is fixed somewhere in between minimum level and maximum level. അല്ലേ, നമ്മളത് പറഞ്ഞിരുന്നല്ലോ, മിനിമം ലെവലിലും മാക്സിമം ലെവലിനും ഇടയിലായിരിക്കും എന്ത് ചെയ്യുക, റീഓർഡർ ലെവൽ ഉണ്ടാവുക, അല്ലേ, മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവലിനുള്ളിൽ നമ്മൾ ഇത് ദിസ് ഈസ് ദ മാക്സിമം ലെവൽ ആൻഡ് ദിസ് വൺ ഈസ് ദി മിനിമം ലെവൽ and this one is the reorder level. Okay, reorder level, ROL, reorder level. That means in between minimum level and maximum level. Okay, this is the level at which the concern the order is placed a new order for the supply of the material. Okay, ഞാൻ ഇക്വേഷൻ നോക്കാം. നമുക്ക് മൂന്ന് ഇക്വേഷനാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അത് സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഫസ്റ്റ് വൺ ആണ്. maximum reorder level is equal to maximum consumption into maximum reorder period. Okay, reorder level is equal to maximum consumption into maximum reorder period. Okay, maximum consumption അതായത് എന്ത് ചെയ്യുക, ആനുവൽ കൺസംഷൻ എത്രയാണ്, മാക്സിമം കൺസംഷൻ, മിനിമം കൺസംഷൻ, അതൊക്കെ ക്വസ്റ്റ്യൻ തരും. ആവറേജ് കൺസംഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും, നമുക്ക് കണ്ടുപിടിക്കാതെ. അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്, അല്ല നമ്മൾ റീഓർഡർ പീരീഡ് 5 മുതൽ 10 ദിവസം റീഓർഡർ പീരീഡ് ചിലപ്പോൾ ഇതാണ് 5 to 10 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മാക്സിമം റീഓർഡർ പീരീഡ് 10 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാക്സിമം കൺസംഷനെ മാക്സിമം റീഓർഡർ പീരീഡ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനാണ് എന്ത് പറയുക, റീഓർഡർ ലെവൽ എന്ന് പറയുക. ഇനി ആ ഐറ്റംസ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. രണ്ടാമത് ഇക്വേഷൻ പറയുന്നത് മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഓക്കെ, ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതും പോസിബിൾ അല്ലെങ്കിൽ minimum level plus consumption during lead time, മിനിമം ലെവലിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, കൺസംഷൻ ഡ്യൂറിങ് ലീഡ് ടൈം. ഓക്കെ, ഇപ്പോൾ 5 ഡേയ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ദിവസം 10 യൂണിറ്റ് വീതമാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ കൺസംഷൻ എത്രയാണ്, 50 യൂണിറ്റ് കിട്ടും. ഓക്കെ, ലീഡ് ടൈം അതായത് ഓർഡർ പ്ലേസ് ചെയ്ത് ഈ മെറ്റീരിയൽ എത്തുന്ന ടൈമിനാണ് ലീഡ് ടൈം എന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ 10 ഡേയ്സ് ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ്. ഒരു ദിവസം 100 യൂണിറ്റ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ കൺസംഷൻ ഡ്യൂറിങ് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ 10 into 100 1000 യൂണിറ്റ് ആണ് എന്ത് പറയുന്നത് ഈ സമയത്തെ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ലെവലിനോടുകൂടി ലീഡ് ടൈമിൽ കൺസംഷൻ ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും, നമുക്ക് റീഓർഡർ ലെവൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇക്വേഷനാണ് സാധാരണ കോമൺ ആയിട്ട് വരുന്നത്. ചില കേസിൽ ഈ ഐറ്റംസ് ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് നമുക്കില്ലെങ്കിൽ ഈ സെക്കൻഡോ അല്ല തേർഡോ ആയിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 3 ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, റീഓർഡർ ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. നാലാമത്തെ കേസ് നോക്കാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ സിമ്പിളാണ്. ദിസ് ഈസ് ദ ആവറേജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഹെൽഡ് ബൈ ഓർഗനൈസേഷൻ
ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ് മിനിമം ലെവൽ ഇൻറ്റു ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ ഇൻറ്റു അല്ല, മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇക്വേഷൻ വൺസ് ഫോർ മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, മിനിമം ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഹാഫ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഫൈനലി ഡേഞ്ചർ ലെവൽ. ദിസ് ഈസ് ദി ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നെവർ ബി അലൗഡ് ടു ഫാൾ. അപ്പോൾ മിനിമം ലെവലിലും താഴെ വരുന്ന ലെവലാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ പെട്രോളൊക്കെ റിസർവ് ആകുമെന്ന് പറഞ്ഞില്ല, വണ്ടിയിൽ റിസർവ് ആകുന്നു അല്ലേ, അത് ഡേഞ്ചർ ലെവലിലേക്ക് എത്തി അല്ലേ. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ റീഫിൽ ദി petrol or refill the material. Okay, this is the level of stock below which the stock should never be allowed to fall. When the stock reaches danger level, urgent and emergency action should be taken to replenish the stock. Replenish means refill the stock. Okay, അപ്പോൾ ഡേഞ്ചർ ലെവൽ സാധാരണ കേസിൽ ക്വസ്റ്റ്യൻ നമുക്കിത് പിന്നെ വർക്കൗട്ട് ചെയ്യാൻ സാധാരണ ചോദിക്കാറില്ല, എങ്കിലും ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ്. അങ്ങനെ ഒരു ഐറ്റം ക്വസ്റ്റ്യൻ തരണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇതാണ് കുറച്ചും കൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ. മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 5 ടൈപ്പ് ഓഫ്, അതായത് മെറ്റീരിയൽ, സ്റ്റോർസ്, സ്റ്റോക്ക് ലെവൽസ് അല്ലെ, സ്റ്റോർസ്, സ്റ്റോക്ക് ലെവൽ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ, ആൻഡ് അണ്ടർ ദിസ് മെത്തേഡ് 5 ലെവൽസ് ഓഫ് സ്റ്റോക്ക് ആർ ഫിക്സഡ് ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അതിൽ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഓക്കെ.